ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സിനി സ്റ്റാനി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ പിക്ചറിൽ കാണുന്ന ഒരു പിസ്താഷ്യലിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് പിസ്താഷ്യൽസ് വേണം, പിന്നെ ഒരു കേക്ക് ബോർഡ് അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എന്തെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ കേക്ക് ബോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു പശ വേണം അത് ഒട്ടിക്കാനായിട്ട്, പിന്നെ പെയിൻറ്റ് വേണം, പിന്നെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു മിറർ. ഞാൻ അതിലൊരു പിക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിനും മോനെയും കൂട്ടിയിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് വെട്ടിയിട്ട് അതിൽ ഒട്ടിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യണ പോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ ഒരു റൗണ്ട് വരച്ച് വയ്ക്കുക. നമുക്ക് ആ ഫോട്ടോയുടെ വലുപ്പം അനുസരിച്ച് ഒരു റൗണ്ട് വരച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിന് ചുറ്റുവട്ടത്തായിട്ട് നമ്മുടെ പിസ്താഷ്യല്ല് ഇങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ പിസ്താഷ്യല്ലും നല്ല രസമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് അങ്ങനെ റൗണ്ടായി ഒട്ടിച്ചു കൊടുക്കുക. വലിപ്പം അനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ചിലപ്പോൾ തൊട്ടടുത്ത് ചെറുത്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പം ഏകദേശം ഒരുപോലെയുള്ളത് കണക്കാക്കിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നോക്കി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് പെയിൻറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി ഈസി അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുത്തതാണ്. ആ പെയിൻറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഗോൾഡൻ കളർ പെയിൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പം കുറച്ചുകൂടി ഈസിയാണ് അതങ്ങനെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അക്രിലിക് കളേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സാധാരണ പോലെ ബ്രഷ് പെയിൻറ്റ് ചെയ്യാം. കുറച്ചും കൂടി സമയം തന്നെ ഇരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് ചെയ്തെടുക്കുക. വേറെ ഡിസൈൻ വേണവർക്ക് ആദ്യം ചെയ്യാട്ടെ. അത് ഏറ്റവും സിമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് റൗണ്ടായിട്ട് ചെയ്യലാണ്. നമ്മളതിൻ്റെ ഏകദേശം വലിപ്പം ഒന്ന് നോക്കണം. പിസ്താഷ്യൽസിന് ചിലത് ഭയങ്കര ചെറുതുണ്ടാവും, ചിലത് നല്ല വലിപ്പമുള്ളതായിരിക്കും. അപ്പോൾ അത് തമ്മിൽ അടുത്തടുത്ത് വരേണ്ട രീതിയിൽ നോക്കിയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഏകദേശം ഇതിങ്ങനെ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസമായിട്ടാണ് ചെയ്തത് കേട്ടോ. അത് സമയം കുറേ വേണ്ട കാരണമല്ല, കുറച്ച് സമയം ഇരുന്നിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ മോനും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ചെയ്ത് അവസാനിപ്പിച്ച പരിപാടിയാണ്. കുറച്ച് സമയം ഒരു ദിവസം ഇരുന്നിട്ടുള്ളൂ, അങ്ങനെ ഒരു 2-3 ദിവസം ഇരുന്നിട്ട് ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അങ്ങനത് ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനി സ്റ്റാനി വ്ളോഗ്സ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ക്രാഫ്റ്റും കുക്കിങ്ങും ഒക്കെയാണ്. പിന്നെ കുറച്ച് ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെവിടേക്കെങ്കിലും യാത്ര പോയിട്ട് കാണുന്ന കാര്യങ്ങൾ, പിന്നെ നാച്ചുറൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന ഉറുമ്പിനെയും പൂമ്പാറ്റേനെയും അങ്ങനെ തുടങ്ങിയ എല്ലാറ്റിനെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ആവണവർ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനിലാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യാം. പിന്നെ ഇനി പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു സമയത്തിനെ കുറിച്ചുള്ളൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ മാഡം ഇങ്ങനെ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ആരും അത് എഴുതിയിട്ടില്ല. എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിരുന്നു ആ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മാമിനോട് പറയാം, എഴുതിയിട്ടില്ല, സമയം കിട്ടില്ല മാം, ഞങ്ങൾ നാളെ സബ്മിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ കാരണം 2-3 പേര് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമാവും, അപ്പോൾ നിങ്ങൾ വെക്കേണ്ട, നമുക്ക് ആരും എഴുതിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഹോൾ ബാച്ച് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതല്ലേ, കുറച്ച് പേര് എഴുതാതിരിക്കുമ്പോഴതും ഹോൾ ബാച്ച് ചെയ്തായിരിക്കും വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഐക്യകണ്ഠേന തീരുമാനം എടുത്തു, ഞങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു സമയം കിട്ടിയില്ല മാം, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, അങ്ങനെ കുറേ എക്സ്ക്യൂസ് പറഞ്ഞു. അപ്പോൾ മാം ഒരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, അതായത് നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിക്കും നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിക്കും ഒരേപോലെയാണ് ദൈവം സമയം തന്നിട്ടുള്ളത്. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം, നിങ്ങളത് ആലോചിച്ചാൽ മതി. അതായത് ഈ ഭൂമിയിൽ ദൈവം എല്ലാവർക്കും കൂടി ഒരുപോലൊരു കാര്യം കൊടുത്തിട്ടുള്ളത് സമയം മാത്രമാണ്. എല്ലാവർക്കും സമയം മാത്രം. അതായത് പക്ഷികൾക്കായിക്കോട്ടെ, മൃഗങ്ങൾക്കായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എല്ലാവർക്കും ദൈവം ഈക്വലി തന്നിട്ടുള്ളത് സമയം. അതിൽ മനുഷ്യൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർക്കും ആയാലും നഴ്സിനായാലും നഴ്സറി പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഇനിയിപ്പോൾ IAS പഠിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഈക്വലി ഉള്ളത് 24 hours മാത്രമേ ഉള്ളൂ.
ആ 24 മണിക്കൂർ സമയത്തിന് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് ഗുണമുള്ളത്. ഇപ്പോൾ നഴ്സറി പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക കളിക്കാനും ഉറങ്ങാനായിരിക്കും. അവർക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നഴ്സിങ്ങിന് വരുമ്പോൾ അത് കാര്യം മാറി, ഉറങ്ങാനും കളിക്കാനുള്ള സമയം എന്ന് പറയുന്നത് നമുക്കതിൽ ഭയങ്കര കുറവായിരിക്കും. നമുക്കതിൽ പഠിച്ചെടുക്കാനുള്ള ടൈമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ പ്രൊഫഷൻ എന്താണോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്താണോ അതനുസരിച്ചിരിക്കും. അപ്പോൾ സമയത്തിന് ഭയങ്കര വിലയുണ്ടെന്ന്